മണ്ണും മനസ്സും വിത്ത് കൃഷ്ണയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എല്ലായ്പ്പോഴും എൻ്റെ കമൻറ്റ് ബോക്സുകളിലെ പ്രേക്ഷകരുടെ അഭിപ്രായമാണ് വനമേഖലാ പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കാവുകളും ക്ഷേത്രങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങളും വിശേഷങ്ങളും പറയാമോ എന്നുള്ളത്. ഈ ഒരു അഭ്യർത്ഥനയെ മാനിച്ചുകൊണ്ട് എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഷോർട്സുകളിലും വീഡിയോസിലും കൂടുതലായും വനമേഖലാ പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രങ്ങളും കാവുകളുമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് പാണ്ഡ്യൻപാറ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മാടൻ തമ്പുരാൻ കാവിൻ്റെ വിശേഷങ്ങളും അവിടുത്തെ ഐതിഹ്യങ്ങളും പ്രത്യേകതകളും ആണ്. വാമനപുരം പാലോട് റോഡിലൂടെ എല്ലായ്പ്പോഴും യാത്ര ചെയ്യുമ്പോൾ എൻ്റെ കണ്ണിൽ പെടാറുള്ള ഒരു കാവായിരുന്നു ഇത്. ഭാഗ്യവശാൽ ആദ്യമായാണ് ഈ കാവിനെ കുറിച്ചുള്ള വിവരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. അതിനുള്ള ഭാഗ്യം സർവേശ്വരൻ എനിക്ക് നൽകി എന്ന് തന്നെ പറയാം. അതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുകയും ചെയ്യുന്നു. തിരുവനന്തപുരം ജില്ലയിലെ പാങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ മൈലമൂട് പ്രദേശത്ത് വാമനാപുരം പാലോട് റോഡിൻ്റെ വലതുഭാഗത്തായി പാണ്ഡ്യൻപാറ എന്നൊരു വനമേഖല പ്രദേശമുണ്ട്. ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പുണ്യപുരാതനമായ കാവാണ് പാണ്ഡ്യൻപാറ മാടൻ തമ്പുരാൻ കാവ്. ഈ കാവിനെ പൊതുവെ മൈലമൂട് അപ്പുപ്പൻ കാവ് അഥവാ മാടൻ തമ്പുരാൻ കാവ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. മാടൻ തമ്പുരാൻ അഥവാ മഹാദേവൻ അപ്പുപ്പനെയാണ് ഇവിടെ പ്രധാനമായ ആരാധനാമൂർത്തിയായി സങ്കല്പിച്ചിരിക്കുന്നത്. പണ്ടു മുതൽക്കേ തന്നെ നമ്മുടെ ആരാധനാലയങ്ങളിൽ അപ്പുപ്പൻ എന്ന വിശ്വാസം മഹാദേവനെയാണ്. ഈ ക്ഷേത്രം നിലകൊള്ളുന്നത് കാവ് രീതിയിലുള്ള ആരാധനാലയമായിട്ടാണ്. വിഷുദിനത്തിലാണ് ഞാൻ ഈ കാവിൽ സന്ദർശനത്തിന് ചെന്നത്. ഇദ്ദേഹമായിരുന്നു ആ സമയത്ത് കാവിലെ മറ്റ് പൂജാതി കർമ്മങ്ങൾ നിർവഹിച്ചത്. കാവിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ പറഞ്ഞു തരുമോ എന്ന ചോദ്യത്തിൽ അദ്ദേഹത്തിൻ്റെ കണ്ണ് നിറഞ്ഞത് ഞാൻ നേരിൽ കണ്ടു. കിലോമീറ്ററുകൾ താണ്ടി അപ്പുപ്പൻ്റെ കഥയറിയാൻ ഈ മണ്ണിൽ വന്നതിൽ സന്തോഷമുണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കിൽ ഞാൻ കേട്ടത്. പ്രകൃതി ഉപാസനയുടെ ആരംഭകാലം മുതൽക്കേ ശിവചൈതന്യം ദർശനമായ ഒരു പുണ്യസ്ഥലമാണ് ഈ കാവ്. ക്ഷേത്ര താന്ത്രിക വിധിപ്രകാരം ഗണപതി, ദുർഗാദേവി, മന്ത്രമൂർത്തി, യോഗീശ്വരൻ, നാഗദൈവങ്ങൾ എന്നിവരെയെല്ലാം ഇവിടെ ഉപദേവതകളായി പ്രതിഷ്ഠിച്ചിരിക്കുന്നു. നിരവധി ദേശങ്ങളിൽ നിന്നും പാപപരിഹാര ക്രിയകൾക്കും ആഗ്രഹ സാഫല്യ വഴിപാടുകൾ നടത്തുന്നതിനും നിരവധി ഭക്തർ ഈ കാവിൽ എത്താറുണ്ട്. ഭക്തരുടെ ആഗ്രഹം എന്തു തന്നെ ആയാലും അത് അപ്പുപ്പൻ നടത്തിക്കൊടുക്കുന്നു. ഈ വിശ്വാസമുള്ളതിനാൽ നിരവധി ഭക്തരാണ് ഇവിടെ എന്നും എത്തുന്നത്. ആചാര്യന്മാർ നിർദ്ദേശിക്കുന്ന ഒരു കാവ് എന്ന നിലയിൽ ഈ മാടൻ തമ്പുരാൻ കാവിൻ്റെ പ്രശസ്തി ഏറെയാണ്. ശിവസാന്നിധ്യത്തോടൊപ്പം തന്നെ ഇവിടെ ദുർഗാദേവിയുടെയും ചൈതന്യം ഏറെയാണ് എന്നാണ് വിശ്വാസം. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുകയും ഭക്തരുടെ കണ്ണീർ ഒപ്പുകയും ചെയ്യുന്ന ഒരു കിരാതമൂർത്തിയാണ് ഇവിടത്തെ ഭഗവാൻ. ധനുമാസത്തിലാണ് ഈ കാവിൽ തിരു ഉത്സവം കൊടിയേറുന്നത്. ഉത്സവത്തിനും ഒരു വലിയ പ്രത്യേകതയുണ്ട്. കാരണം ഒരു ദിവസം മാത്രമാണ് ഇവിടെ ഉത്സവം നടത്തുന്നത്. ഉത്സവം നടത്തപ്പെടുന്ന ദിവസം തമ്പുരാന്റെ ഭക്തർ ഈ മൈതാനവും പ്രദേശ ഇടങ്ങളിലും തിങ്ങി നിറയുന്നു. തമ്പുരാനു വേണ്ടി പൊങ്കാലയർപ്പിക്കുന്നു. തമ്പുരാന്റെ ശരണം വിളികളാൽ മുഖരിതമാകുകയാണ് ഈ പ്രദേശം. ഈ കാവിനെ കുറിച്ചുള്ള വിവരങ്ങളും വിശേഷങ്ങളും പറഞ്ഞു തരണം എന്ന അഭ്യർത്ഥനയെ കമ്മിറ്റി അംഗങ്ങൾ വളരെയധികം സന്തോഷത്തോടെ തന്നെ സ്വീകരിക്കുകയായിരുന്നു. അവരോരോരുത്തരും വളരെ കൃത്യമായ രീതിയിൽ വളരെ സന്തോഷത്തോടെ തന്നെ ക്ഷേത്രത്തിൻ്റെ ഓരോ കാര്യങ്ങളും പറഞ്ഞു തരികയായിരുന്നു. ഇതുവരെയും എങ്ങും നിന്ന് ലഭിക്കാത്തൊരു പ്രതികരണം തന്നെയായിരുന്നു ഈ ക്ഷേത്രനടയിൽ നിന്നും എനിക്ക് ലഭിച്ചത്. പ്രകൃതിയും വിശ്വാസവും ഇഴചേർന്ന് കിടക്കുന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം കൂടിയാണ് ഈ കാവ്.